ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സം എന്ന ഫംഗ്ഷൻ ഓക്കെ, ഇത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറേ ഡാറ്റയുടെ സം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ നമ്മുടെ മുന്നിൽ എക്സാമ്പിളായിട്ടുണ്ട്. കർണാടക എന്നൊരു ടേബിളുണ്ട്. ഇവിടെ നമുക്ക് നെയിമുണ്ട്, പിന്നെ കുറേ Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞാൽ കുറേ കോളംസ് ഉണ്ട്. ഓരോന്നിനും അതിന് എഗൻസ്റ്റ് ആയിട്ട് വാല്യൂസും ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ Q1ൻ്റെ വാല്യൂ ഞാനിവിടെ ടോട്ടൽ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഈക്വൽ സൈൻ സം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. സം ഓഫ് റേഞ്ച് സെലക്ട് ചെയ്യും. ഓക്കെ, 168 അല്ലേ. അതുപോലെ Q2ൻ്റെ കാണുന്നതിൽ സിമിലർലി സം ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യും. 106 കിട്ടി. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിപ്പം 3 or 4 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം കുറേ കോളംസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും പോയി ഇങ്ങനെ സം ഫംഗ്ഷൻ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ഷോർട്ട് കട്ട് കീ ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം. ഓക്കെ, ബേസിക്കായിട്ട് പറയാമെങ്കിൽ ഇപ്പം Q1ൻ്റെ എനിക്ക് സം കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ പോയി ടോട്ടലിനോട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ Q1 C6 മുതൽ സെൽ C6 മുതൽ C11 വരെ സെലക്ട് ചെയ്യും. കാരണം 11ലാണ് നമുക്ക് ടോട്ടൽ വരേണ്ടത്. അവിടെ വരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് കട്ട് കീ അപ്ലൈ ചെയ്യും. ഷോർട്ട് കട്ട് കീ എന്താണെന്ന് വെച്ചാൽ ഓൾട്ട് കീ അല്ലേ, ഓൾട്ട് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഓൾട്ടിനോട് പ്ലസ് അല്ല, ഓൾട്ടും ഈക്വൽ സൈനോട് കണ്ടില്ലേ, 168 കിട്ടി. അതുപോലെ Q2ൻ്റെ ആണെങ്കിലും നമുക്ക് സെൽ D6 മുതൽ D11 വരെ സെലക്ട് ചെയ്യുക, ഓൾട്ട് ഈക്വൽ സൈൻ, ഓൾട്ട് കീ പ്രസ് ചെയ്യുക, ഈക്വൽ സൈൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടിക്കുക. അതിപ്പം ഓരോന്നിനെയും കാണുന്നത് ഇപ്പം നമുക്ക് ഇത്രയും 4 കോളംസ് അല്ലേ, 4 കോളംസ് ഒരുമിച്ച് ഒറ്റ ഇതിൽ കാണാം. ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതായത് C6 മുതൽ F11 വരെ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ സെയിം ഷോർട്ട് കട്ട് കീ അപ്ലൈ ചെയ്യുക, ഓൾട്ട് ഈക്വൽ സൈൻ. കണ്ടില്ലേ, എന്തെളുപ്പമാണ്. എല്ലായിടത്തും പോയി സം ഫംഗ്ഷൻ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലായിടത്തും ഇത് കിട്ടും. സിമിലർലി നമുക്ക് അത് തന്നെ ഇപ്പം മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഒരു കോളം കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, കേരള എന്നൊരു കോളം ക്രിയേറ്റ് ചെയ്തു. ഡാറ്റ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ. ഓക്കെ, ചേഞ്ചസ് വരുത്താം, മറ്റൊരു ഇതുപോലെ ഇരിക്കേണ്ടെന്ന് വെച്ചാൽ. ഓക്കെ, ഇങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ആദ്യം മുതൽ മൾട്ടിപ്പിൾ കോളംസിൻ്റെ ഈ ഷോർട്ട് കട്ട് കീ വെച്ച് അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം കൺട്രോൾ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ കോളം കർണാടക എന്നുള്ള അതിൻ്റെ മൊത്തം കോളം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കേരള എന്നുള്ളതും കേരളത്തിൻ്റെ ഏതൊക്കെ സം കാണണ്ടേ അതും കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ടത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സം കാണാനുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾട്ട് ഈക്വൽ എന്നുള്ള ഷോർട്ട് കട്ട് കീ അപ്ലൈ ചെയ്യുക. ഓൾട്ട് ഒറ്റയടിക്ക് എല്ലായിടത്തും ഒരേ സമയം വന്നു. അതുപോലെ എത്ര കോളം ഉണ്ടെങ്കിലും എത്ര വലിയ ഡാറ്റ ആണെങ്കിലും നമുക്കിതുപോലെ സം ഈസി ആയിട്ട് കാണാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയാം. സോ വീഡിയോ നിങ്ങൾക്ക് എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ് സെക്ഷൻ ഇടുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരെ തീർച്ചയായിട്ടും കാത്തിരിക്കുക. ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.